എന്തു പറ്റി പുത്ര? ഇത്രയും ശാന്തനായത് എന്താണ്? ഒന്നുമില്ല പിതാശ്രീ, യാതൊന്നും തന്നെയില്ല. എങ്കിലിപ്രകാരം നിരാശനാകുന്നത് എന്തിനാണ് പുത്ര? ഇന്ന് നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിനമാണ്, വലിയൊരു ആനന്ദത്തിന്റെ ദിനമാണെന്ന്. ഇതുവരെ നമ്മൾ മറ്റുള്ള ജനങ്ങളുടെ അനീതികളും പീഡകളും സഹിച്ച് കഴിയുകയായിരുന്നു. എന്നാൽ ഇന്ന് നീ ലോകം മുഴുവൻ തെളിയിച്ച് കാണിച്ചിരിക്കുന്നു. നമ്മൾ വൈദ്യന്മാർക്കും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കും. ഇന്ന് നീ ഞങ്ങൾക്ക് അഭിമാനത്തോടൊപ്പം തന്നെ ശിരസുയർത്തി ജീവിക്കാനുള്ള ധൈര്യവും നൽകി. ഒരു കാര്യം പറയട്ടെ പുത്ര, ഇന്ന് നമുക്കൊരു പിതാവ് എന്ന നിലയിൽ നിന്നെ ഓർത്ത് അഭിമാനമാണ് തോന്നുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. വരൂ, നമ്മോടൊപ്പം വരൂ. എല്ലാവരും കേൾക്കൂ. നമ്മുടെ സമുദായത്തിലെ ഏറ്റവും വലിയ വീരൻ ദേവദത്തനാണെന്ന് ഇന്നവൻ തെളിയിച്ച് കാണിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കാലശേഷം ദേവരാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ദേവദത്തനാണ് ഏറ്റവും യോഗ്യൻ. നമുക്ക് എതിർപ്പുണ്ട്. കേവലം ഒരു സാധാരണ രാക്ഷസനെ പരാജയപ്പെടുത്തിയതുകൊണ്ട് മാത്രം അങ്ങ് ദേവദത്തനെ മുഖ്യ അധികാരിയായും അടുത്ത അവകാശിയായും പ്രഖ്യാപിച്ചു കഴിഞ്ഞോ? അധികാരിയാകുന്നതിന് ഓരോ അംഗത്തിനും കടുത്ത പരീക്ഷകൾ നേരിടേണ്ടി വരുന്നതാണ്. അതാണ് ഇവിടുത്തെ നിയമവും ആ നിയമമാണ് ഇത്രയും കാലം പിന്തുടരുന്നത്. ദേവദത്തനും പരീക്ഷ നേരിടട്ടെ, നാമും അതിന് തയ്യാറാണ്. കേവലം അവൻ അധികാരിയുടെ പുത്രനായതുകൊണ്ട് മാത്രം ദേവദത്തിന് അധികാരിയാവുന്നില്ല. ഇത് നിന്റെ തെറ്റിദ്ധാരണയാണ് രഘുരാജ്. നാം ഒരു അധികാരിയുടെ പുത്രനായതുകൊണ്ട് മാത്രം അടുത്ത അധികാരി നാം ആണെന്നുള്ള ചിന്ത തെറ്റാണ്. നീ ഇപ്പോൾ നിയമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ആ നിയമങ്ങൾ അനുസരിച്ച് തന്നെയായിരിക്കും തീരുമാനം. ഇനി അടുത്ത അധികാരി ആരാണെന്നുള്ളത്. ശരി, അടുത്ത അധികാരി ആരാണെന്ന് കാലം തീരുമാനിക്കുന്നതാണ്. എന്നാൽ ദേവദത്തൻ അസാധാരണമായ ധീരതയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ സന്തോഷത്തിൽ ഇന്നിവിടെ രാത്രി മുഴുവൻ മഹോത്സവമായിരിക്കും. എന്നിട്ട് നാളെ പുലർച്ചെ നമ്മൾ എല്ലാവരും ചേർന്ന് വനത്തിൽ വേട്ടയാടാൻ പോകുന്നതാണ്. നാളെയാണ് നമ്മുടെ നായാട്ടുത്സവം. ദേവദത്തൻ 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 മുഴുകിക്കോളൂ. ഇന്ന് നീ പൂർണ്ണമായും ആനന്ദത്തിൽ മുഴുകിക്കോളൂ. ഉചിതമായ സമയമെത്തുമ്പോൾ നാം നിനക്ക് കാണിച്ചു തരാം. രാക്ഷസറാണി ജോഡില്ല വിജയിക്കട്ടെ. മഹാറാണി, ആ സമയത്ത് വിളിക്കാനുള്ള കാരണം? രാജകീയ കാര്യങ്ങൾ പറയുന്നതിൽ സമയം ഒരു പ്രതിബന്ധമല്ല. രാജ്യത്തിന് നിന്റെ സഹായം ആവശ്യം വരുന്ന സമയത്ത് നാം നിങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. കേൾക്കൂ, നിങ്ങളൊരു സവിശേഷ കാര്യം പൂർത്തീകരിക്കേണ്ടതാണ്. നാം സവിശേഷ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവനാണ്. പുതിയതായി എന്താണ്? മറ്റ് കാര്യങ്ങളും ഈ കാര്യവും ഒരുപോലെയല്ല. ഇതൊരു സവിശേഷ കാര്യമാണ്. ഉചിതമായ സമയത്തിനു വേണ്ടി കാത്തിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി പൂർത്തീകരിക്കേണ്ടതാണ്. നമുക്ക് മഹാരാജൻ വിക്രമദേവന്റെ ആ സവിശേഷ ആഭരണമാണ് വേണ്ടത്. ആ ആഭരണം രാജകുടുംബത്തിലുള്ളവരെ തിരിച്ചറിയാനുള്ള മാർഗമാണ്. ഇനി ആ ആഭരണം നമുക്ക് നിങ്ങൾ കൊണ്ടുവന്ന് തരണം. നാമോ മഹാരാജാവിന്റെ ആഭരണം എടുത്തുകൊണ്ട് വരണമെന്നോ? ഇത് അസംഭവ്യമാണ്. നമുക്ക് ഈ കാര്യം ഒരിക്കലും ചെയ്യാനാവില്ല. ഇനി അഥവാ നമുക്ക് ഈ ആഭരണം ലഭിച്ചില്ലെങ്കിൽ പിന്നീട് അങ്ങയുടെ ഈ ശരീരവും അതുപോലെ മസ്തകവും രണ്ടും അവശേഷിക്കുകയില്ല. അപ്രകാരം ചെയ്യരുത് മഹാറാണി. അവിടുന്ന് നമ്മോട് ക്ഷമിച്ചാൽ. കേൾക്കൂ രാജവൈദ്യൻ, നിങ്ങളുടെ ദുഃഖങ്ങൾ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇത് നമ്മുടെ അന്തിമാജ്ഞയാണ്.
ഇന്ന് അർദ്ധരാത്രിയിൽ ചന്ദ്രൻ പൂർണ്ണത കൈവരിക്കുമ്പോൾ എല്ലാ മാന്ത്രിക ശക്തികളുടെയും മേൽ മൃത്യുവിന്റെ നിഴൽ പടരുന്നതാണ്. നാം ആ വിജനമായ ഗുഹയുടെ സമീപത്ത് നിങ്ങളെ കാത്തു നിൽക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ അവിടെ വിക്രമദേവന്റെ ആഭരണങ്ങളുമായി വന്നു ചേരേണ്ടതാണ്. നമ്മുടെ മുന്നറിയിപ്പ് ഓർത്തു വെച്ചോളൂ.